വളരെ പ്രധാനപ്പെട്ട ഒരു വിവരത്തിലേക്ക് പോവുകയാണ്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ആദ്യ നടപടി വരുന്നു. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നടന്ന ദേവസ്വം ബോർഡിന്റെ യോഗത്തിലാണ് ഈ തീരുമാനം വന്നിരിക്കുന്നത്. പ്രധാനപ്പെട്ട വിവരങ്ങൾ ഈ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. അതായത് ബോർഡിനും കാര്യങ്ങളൊക്കെ ഏറെക്കുറെ തെളിഞ്ഞിരിക്കുകയാണ്. 2019 സ്വർണ്ണപ്പാളി ചെമ്പ് എന്നെഴുതി 2025 ദ്വാരപാലക ശില്പം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാമെന്ന ഫയൽ എഴുതി. അങ്ങനെ ഓരോ കാര്യങ്ങളും മുന്നിലേക്ക് വരികയാണ്. മുരാരി ബാബുവിന് സസ്പെൻഷൻ ലഭിച്ചിരിക്കുകയാണ്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രശാന്ത്, മുരാരി ബാബു പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. നടപടി ഉണ്ടാകുമെന്ന് നമ്മൾ വാർത്ത നൽകിയതാണ്. യോഗത്തിൽ ദേവസ്വം ബോർഡിന്റെ യോഗത്തിൽ നടപടി വന്നിരിക്കുകയാണ്. വിവരങ്ങൾ. ശബരിമല സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട വാർത്ത മാതൃഭൂമി ന്യൂസ് പുറത്തു കൊണ്ടുവന്നതിലുള്ള ആദ്യ നടപടിയാണ് ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി. ഇന്നത്തെ ദേവസ്വം ബോർഡ് യോഗത്തിൽ ഇതൊരു അജണ്ട തന്നെയായിരുന്നു. കാരണം 2019 ദ്വാരപാലക ശില്പത്തിലെ പാളി സ്വർണം ആയിരുന്നു. അത് ചെമ്പാക്കി മാറ്റിയ ഉത്തരവ്, ആ ഉത്തരവ് ഇറക്കുന്ന സമയം അത് ശബരിമലയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു മുരാരി ബാബു. അപ്പോൾ അവിടെ ഒരു വലിയ പിഴവ് മുരാരി ബാബുവിന് സംഭവിച്ചു. അതിനുശേഷം ഇപ്പോൾ 2025 ഈ ദ്വാരപാലക ശില്പത്തിന് അറ്റകുറ്റപ്പണി എന്ന നിലയിൽ അത് വീണ്ടും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ കൊടുത്തുവിടണം എന്ന് ഫയൽ എഴുതിയത് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായി മുരാരി ബാബു പ്രവർത്തിക്കുന്ന കാലത്താണ്. അപ്പോൾ അതിൽ മുരാരി ബാബുവിൻ്റെ നടപടികൾ, തീരുമാനങ്ങൾ സംശയം ഉണ്ടാക്കുന്നതാണ് എന്ന ബോർഡിന്റെ ബോധ്യത്തിലാണ് ഈ വിഷയം ഇന്നിപ്പോൾ ദേവസ്വം ബോർഡിന്റെ അജണ്ടയിൽ വന്നത്. ബോർഡ് യോഗത്തിന്റെ പല അജണ്ടകളിൽ ഒന്നായി തന്നെ ഈ വിഷയം വന്നു. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ബോർഡ് എത്തുന്നു. മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അത് ഇനി ഏത് വിധത്തിലുള്ള ഉദ്യോഗസ്ഥതല അന്വേഷണമാണ് മുരാരി ബാബുവിനെതിരെ നടക്കുക? അതിപ്പോൾ നിലവിൽ ഹൈക്കോടതി പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണമുണ്ട്. അതിനപ്പുറത്തേക്ക് ദേവസ്വം ബോർഡ് തലത്തിലൊരു അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കുമോ എന്നുള്ള കാര്യമെല്ലാം തന്നെ വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. എന്തായാലും ബോർഡ് യോഗം ഇപ്പോഴും നടക്കുകയാണ്. മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തതിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുള്ള ആദ്യ നടപടിയാണ്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി ആയിരുന്നത് അത് ചെമ്പുപാളിയാക്കി എന്നതിന്റെ എന്ന സമ്മതം കൂടിയാണ് ഈ നടപടിയിലൂടെ ഉണ്ടായിരിക്കുന്നത്. കാരണം അതാണ് പ്രശാന്ത്, ഇങ്ങനെ ഒരു നടപടി വരുമ്പോൾ ശരിക്കും കുറച്ചു നേരം മുൻപേ മാധ്യമങ്ങളോട് മുരാരി ബാബു പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ കൂടി പോവുകയായിരുന്നു. അത് ഉത്തരവിൽ ഒപ്പിട്ടത് ഈ പറയുന്ന വ്യക്തിയാണ്. അത് ചെമ്പ് പാളിയാക്കിയത് ആ ഉത്തരവിലൂടെയാണ്. ചെമ്പങ്ങ് തെളിഞ്ഞു കണ്ടു, അതുകൊണ്ട് പോയി സ്വർണം പൂശി എന്നൊക്കെ എന്തെല്ലാം കാര്യങ്ങളായിരുന്നു മാധ്യമങ്ങളോട് അയാൾ പറഞ്ഞത്. പച്ചക്കള്ളമാണ് മുരാരി ബാബു വിളിച്ചു പറഞ്ഞതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അവിടെ 1998 സ്വർണം പൊതിയുന്നതിന് വിജയമല്യ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞെന്താണ്, ഉദ്യോഗസ്ഥൻ ഇക്കാര്യം വിശദമായി വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. മാത്രമല്ല ഈ സ്വർണം പൊതിയലിന്റെ, സ്വർണം പൂശലിന്റെ എക്സ്പേർട്ടായി എല്ലാവരും കണക്കാക്കുന്ന അല്ലെങ്കിൽ സ്മാർട്ട് ക്രിയേഷൻസ്, ഈ സ്മാർട്ട് ക്രിയേഷനിലെ അഭിഭാഷകൻ എന്താണ് പറഞ്ഞത്? ഒരു തരി സ്വർണമെങ്കിലും ആ ചെമ്പുപാളിയിൽ ഉണ്ടായിരുന്നെങ്കിൽ എങ്കിലും അവശേഷിക്കും. എത്ര തേയ്മാനം വന്നാലും ഒരു തരി സ്വർണമെങ്കിലും അതിൽ അവശേഷിക്കുമെന്നാണ്. അപ്പോൾ ചെമ്പ് തെളിഞ്ഞു എന്ന് മുരാരി ബാബു പറഞ്ഞത് തന്നെ കള്ളമാണ്. പച്ചക്കള്ളം തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വന്ന് പറഞ്ഞത്. അങ്ങനെ നടപടികൾ വരികയാണ്. ഈ വാർത്തകളെല്ലാം ശരിവെച്ചുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ നടപടികളും ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. ചെമ്പ് തെളിഞ്ഞു എന്നൊക്കെയാണ് മുരാരി ബാബു കുറച്ചു മുമ്പേ മാധ്യമങ്ങളോട് വന്ന് പറഞ്ഞത്. അങ്ങനെ ചെമ്പല്ല, ഇനി കൃത്യമായിട്ടും സ്വർണം തെളിയട്ടെ. ഓരോ കൃത്യമായിട്ടുള്ള ഉത്തരവും നമുക്ക് മുന്നിലേക്ക് വരട്ടെ. ദേവസ്വം ബോർഡിന്റെ യോഗവും പുരോഗമിക്കുകയാണ്. പ്രശാന്ത് കൃഷ്ണയാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.